ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് റിമോട്ട് ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ പേര് അൾട്രാ വ്യൂവർ എന്നാണ്. കാരണം നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന എനിഡെസ്ക് ഒക്കെ ചിലർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ സിറ്റുവേഷനിൽ അതിന് പകരമായിട്ട് എനിഡെസ്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പേ നമുക്ക് തീം വ്യൂവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് അൾട്രാ വ്യൂവർ എന്ന് പറയുന്നത്. ഇത് നമുക്കിപ്പോൾ ഫ്രീ വേർഷൻ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് റിമോട്ട് ആയിട്ട് നമുക്ക് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ വേണ്ടി. ഇത് ഒരുപാട് ഇതിനെ കൊണ്ട് റിമോട്ട് ആക്സസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇരുന്ന് കൊണ്ട് നമ്മളെ വീട്ടിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ അടുത്ത ആളെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഓഫീസിൽ നമ്മളെ കമ്പ്യൂട്ടറിനെ നമ്മളെ വീട്ടിലിരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് ഈ അൾട്രാ വ്യൂവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം എനിഡെസ്ക് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ ചെറിയ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എനിഡെസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് റിക്വസ്റ്റ് അയച്ച് അയാൾ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ അൾട്രാ വ്യൂവറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിലുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ക്രോം ബ്രൗസർ ഉപയോഗിക്കുക. ഓക്കെ, ക്രോം ബ്രൗസറിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് അൾട്രാ വ്യൂവർ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ തന്നെ ഫസ്റ്റ് കാണാം നമുക്ക് ഡൗൺലോഡ് ഫ്രീ റിമോട്ട് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ അൾട്രാ വ്യൂവർ എന്നുള്ളത്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അവരെ വെബ് പേജിലേക്കായിരിക്കും നമുക്ക് പോകുന്നുണ്ടാവുക. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് അൾട്രാ വ്യൂവർ എന്ന് പറഞ്ഞ സെറ്റപ്പ് ആപ്ലിക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളോട് എസ് ഓർ നോ ചോദിക്കും, നമ്മൾ എസ് കൊടുക്കുക. ഓക്കെ, അടുത്ത ഇത് നമുക്ക് ഇനി ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത്. നെക്സ്റ്റ് കൊടുത്തു. അടുത്തത് നെക്സ്റ്റ് കൊടുത്തു. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് എന്നാണ്. അതായത് നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ അൾട്രാ വ്യൂവർ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഷോർട്ട് കട്ടാണ്. അവിടെ നെക്സ്റ്റ് കൊടുത്തു. അടുത്തതാണ് നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ചെറിയൊരു ടൈം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആവും. ഇൻസ്റ്റാളേഷൻ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ ഡെസ്ക്ടോപ്പിൽ ഇതിന്റെ ഒരു ഐക്കൺ നമുക്ക് കാണാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ആരുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ടും ഈ അൾട്രാ വ്യൂവർ നമുക്ക് ഉപയോഗിക്കാം. ഇത് കൂടുതലായിട്ടും നമുക്ക് ഓഫീസ് റിമോട്ടായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരമായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് മറ്റുള്ള ഒരാൾക്ക് എന്തെങ്കിലും അവരുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് നമുക്ക് അത് അവരെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് അവർക്കത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ കാണാം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അൾട്രാ വ്യൂവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫിനിഷ് കൊടുത്ത ഉടനെ തന്നെ അൾട്രാ വ്യൂവർ ഓപ്പൺ ആയി വരും. ഇതാണ് അൾട്രാ വ്യൂവറിന്റെ ഡാഷ്ബോർഡ്. അതായത് അൾട്രാ വ്യൂവർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് യുവർ ഐ ഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നമ്പർ കാണാം. ഈ നമ്പറാണ് നമ്മുടെ നമ്പർ. നമ്മുടെ കമ്പ്യൂട്ടറിന് അൾട്രാ വ്യൂവർ തരുന്ന നമ്പറാണ് ഇത്. ഇതിന്റെ തൊട്ട് താഴെ പാസ്വേഡ് എന്ന് പറഞ്ഞത് കാണാം. ഈ 5 അക്ക പാസ്വേഡും കാണാം. അതായത് നമ്മളെ കമ്പ്യൂട്ടർ മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഐ ഡി അവർക്ക് കൊടുക്കണം. അതിന് പുറമെ അവർക്ക് പാസ്വേഡും കൊടുത്താൽ മാത്രമേ നമ്മളെ കമ്പ്യൂട്ടറിനെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ
നമുക്ക് മറ്റൊരാളെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെയുള്ള ഒരു ഐ ഡി കാണാം. യുവർ ഐ ഡി എന്നുള്ളതിൽ പാസ്വേഡും കണ്ടില്ലേ, അതേപോലെ തന്നെ അടുത്ത കമ്പ്യൂട്ടറിൽ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 കമ്പ്യൂട്ടറും അൾട്രാ വ്യൂവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിമോട്ട് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ അടുത്ത ആളെ കമ്പ്യൂട്ടറിലും നമ്മൾ അൾട്രാ വ്യൂവർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആ അൾട്രാ വ്യൂവറിന്റെ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ അവരെ യുവർ ഐ ഡി എന്ന് പറഞ്ഞ സ്ഥാനത്തുള്ള നമ്പർ നമ്മളിവിടെ പാർട്ട്ണർ ഐ ഡിന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞ് തൊട്ട് താഴെ അവരെ പാസ്വേഡും കൂടി കൊടുത്ത് നമ്മൾ കണക്ട് ടു പാർട്ട്ണർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ കമ്പ്യൂട്ടർ നമ്മളെ ഡിസ്പ്ലേയിലേക്ക് കാണാൻ പറ്റും. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് അൾട്രാ വ്യൂവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റിമോട്ടായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്